നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ് വരാൻ പോകുന്നത്. അപ്പോൾ എക്സാമിന് നിങ്ങൾ സൂപ്പറായിട്ട് എഴുതാൻ വേണ്ടി നമ്മുടെ മീഠ സന്തര എന്ന ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മീഠ സന്തര എന്ന ചാപ്റ്റർ ഒന്ന് റിവൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം. ലിഖി കിസ്നി കഹ. കിസ്നി കഹ എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു എന്നാണ്. അതായത് ആരാണ് താഴെ കൊടുത്തിട്ടുള്ള സെന്റൻസ് പറഞ്ഞതെന്ന് എഴുതാനാണ് നമുക്ക് ഇവിടെ ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ കണ്ടോ യുവതി ഓർ ലേഖക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ തന്നിട്ടുള്ള ഓരോ കാര്യം വായിച്ചിട്ട് ലേഖക പറഞ്ഞതാണെങ്കിൽ ലേഖക എന്നും അല്ലെങ്കിൽ യുവതി പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ യുവതി എന്നും എഴുതി കൊടുക്കണം. അപ്പൊ നമുക്ക് താഴെയുള്ള ഓരോന്നും വായിച്ച് അതിന് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് എഴുതി കൊടുക്കാം. സന്തര മീഠ ഹെ. സന്തര എന്ന് പറഞ്ഞാല് ഓറഞ്ച് ആണ്. മീഠ എന്ന് പറഞ്ഞാല് മധുരമുള്ള. മീഠ ഹെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പൊ അതൊരു ചോദ്യമാണ്. ഓറഞ്ച് മധുരമുള്ളതാണോ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതാരാ ചോദിച്ചത്? ലേഖകാണ് അല്ലെ. നമ്മുടെ ലേഖകാണ് ഈ പെട്ടിക്കടയിൽ പോയിട്ട് ഓറഞ്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ് സന്തര മീഠ ഹെ, ഓറഞ്ച് മധുരമുള്ളതാണോ എന്നുള്ളത്. പിന്നെ നമുക്ക് താഴെയുള്ള വായിച്ചു നോക്കാം. ഏക് പാവ് ചീനി മേ തോ ജ്യാദാ മീഠാ നഹീ ഹോഗാ. ഏക് പാവ് എന്ന് പറഞ്ഞാല് ഏക് പവ്വ എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. അതായത് ഒരു കാൽ ഭാഗം. ചീനി എന്ന് പറഞ്ഞാല് പഞ്ചസാരയാണ്. ചീനി മേ എന്ന് പറഞ്ഞാല് പഞ്ചസാരയിൽ. ജ്യാദ എന്ന് പറഞ്ഞാല് കൂടുതൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. മീഠ എന്ന് പറഞ്ഞാല് മധുരമുള്ള. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു കാൽ ഭാഗം പഞ്ചസാരയിൽ കൂടുതൽ ധാരാളം മധുരമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ലേഖക എന്ന് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴെയുള്ളത് വായിച്ചു നോക്കാം. മീഠ ഹേ തോ ക്യൂ നഹി മീഠ ഹോഗാ. അതായത് ഓറഞ്ചിന് എന്താണ് ഓൾറെഡി ഒരു മധുരം ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല് മധുരം ഉള്ളതാണെങ്കിൽ പിന്നെ എങ്ങനെ അത് മധുരം ഇല്ലാതെ ഇരിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മളായാലും ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് ഇത് മധുരം ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ കടയിലുള്ള ആളുകൾ എന്താ പറയാ? നല്ല മധുരമുള്ള സാധനമാണെന്ന് തന്നെയല്ലേ പറയാ. അപ്പൊ അതേപോലെ തന്നെ ഈ യുവതി എന്താണ് നമ്മുടെ ലേഖകന്റെ അടുത്ത് പറയാണ് മധുരം ഉള്ളതാണെങ്കിൽ പിന്നെ എങ്ങനെ അത് മധുരം ഇല്ലാതെ ഇരിക്കും എന്ന് പറയാണ്. അപ്പൊ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് യുവതി എന്ന്. അപ്പൊ യുവതിന്റെ ഗ്രീൻ കളറിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളെ ലേഖക പറഞ്ഞിട്ടുള്ള കാര്യം ഒരു റെഡ് കളറിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കിയിട്ട് പഠിക്കുക. അപ്പൊ ഇനി നമുക്ക് താഴെയുള്ളത് വായിച്ചു നോക്കാം. കിത്നി ചീനി ഡാലി. കിത്നി എന്ന് പറഞ്ഞാല് എത്ര, ചീനി എന്ന് പറഞ്ഞാല് ഷുഗർ ആണ്, പഞ്ചസാരയാണ്. അപ്പൊ എത്ര പഞ്ചസാര ചേർത്തു എന്ന് നമ്മുടെ ലേഖകനാണ് ഈ യുവതിയുടെ അടുത്ത് തമാശയിൽ ചോദിക്കുന്നത്. അപ്പൊ അവിടെ ലേഖകൻ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്താണ് തമാശയ്ക്ക് ചോദിക്കുകയാണ്. അതായത് ഒരു ഓറഞ്ചിന്റെ മധുരം നമുക്കത് കഴിച്ചു നോക്കാതെ അറിയാൻ പറ്റുമോ? ഇല്ല, അറിയാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം യുവതി നല്ല മധുരം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എത്ര പഞ്ചസാര ചേർത്തു എന്ന് ഒരു തമാശയിൽ ചോദിക്കുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് താഴെയുള്ളത് വായിച്ചിട്ട് അത് ആരാണ് പറഞ്ഞതെന്ന് നോക്കാം. ഏക് പവ്വ. ഏക് പവ്വ എന്ന് പറഞ്ഞാല് ഒരു കാൽ ഭാഗം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അത് ആരാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. യുവതിയാണ്. അതായത് നമ്മുടെ ലേഖകൻ ചോദിക്കാണ് കിഡ്നി ചീനി ഡാലി, എത്ര പഞ്ചസാര ചേർത്തു ഇട്ടു എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ യുവതി എന്താ പറഞ്ഞത്? ഏക് പവ്വ എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തപ്പോ ആര് പറഞ്ഞതാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോ. പിന്നെ നമുക്ക് താഴെയുള്ളത് വായിച്ചോ. ഹാ തബ് തോ ജറൂർ മീഠ ഹോഗ. ജറൂർ എന്ന് പറഞ്ഞാല് തീർച്ചയായും, ശരിയെങ്കിൽ തീർച്ചയായും മധുരമാകും എന്ന് പറഞ്ഞിട്ടുള്ളത് ലേഖകാണ്. പിന്നെ നമുക്ക് താഴെയുള്ളത് വായിച്ചു നോക്കാം. ദോ പവ്വ. ദോ എന്ന് പറഞ്ഞാല് രണ്ടാണ്. പവ്വ എന്ന് പറഞ്ഞാല് കാൽ ഭാഗം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ഹാഫ് പോർഷൻ, ഒരു പകുതി ഭാഗം പഞ്ചസാര ഇട്ടു എന്ന് പറഞ്ഞിട്ടുള്ളത് യുവതിയാണ്. അപ്പൊ നമ്മുടെ ലേഖകന് ഇങ്ങനെ യുവതിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര പഞ്ചസാര ചേർത്തു. അതിനുള്ള മറുപടിയാണ് എന്ത് ആദ്യം പറഞ്ഞത്? ഏക് പവ്വ. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ദോ പവ്വ എന്നുള്ളത്. പിന്നെ നമുക്ക് താഴത്തെ വായിച്ചു നോക്കാം. ഹാ ബഹുത് മീഠ. അതെ, വളരെ മധുരമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് യുവതിയാണ്. അപ്പൊ ഞാനിവിടെ തന്നിട്ടുള്ളതില്
യുവതിയും ലേഖക്കും പറയുന്നത് സെപ്പറേറ്റ് കളറുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഞാൻ ഓരോന്നിൻ്റെ അർത്ഥം വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ആൻസറുകളും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ പരീക്ഷയ്ക്ക് ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതിൽ നിങ്ങൾക്ക് നല്ല ഉത്തരം എഴുതാനും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ക്ലാസ് എടുത്ത് തന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അതെന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.